ബാക്ക് നല്ല രീതിയിൽ തന്നെ പ്രോബ്ലംസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഓവർ ലെങ്ത്ത് പോകാൻ പറ്റില്ല. നമ്മൾ കുറേ കാലം മുമ്പ് എടുത്തൊരു സൈക്കിളാട്ടത്. പക്ഷേങ്കിൽ ഒരുപാടായി യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട്. അത്രയും പൊടിയൊക്കെ പിടിച്ച് കിടക്കുകയാണ്. എടുത്തിട്ടൊക്കെ കുറേ കാലമായിട്ടാണ്. ജാവ വെലോസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണിത്. പിന്നെ അടിപൊളി സൈക്കിളാണ്. പക്ഷേ എന്താ പറയുക, ടയറൊക്കെ ഇപ്പോൾ ടയറിനൊക്കെ വിള്ളൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം എടുക്കാതെ യൂസ് ചെയ്യാതായിട്ടൊക്കെ അങ്ങനെയൊക്കെ ആയിട്ട് ടയറിലൊന്നും ഇതിലൊന്നും കാറ്റില്ല കേട്ടോ. ഒക്കെ നിർത്തിയിട്ട് അങ്ങനെ കംപ്ലൈൻ്റ് ആയതാണ്. നമ്മൾ ടയറൊക്കെ മാറ്റേണ്ടി വരും. അപ്പോൾ ഇന്ന് നമുക്കിതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് നമുക്കൊന്ന് റൗണ്ടൊക്കെ അടിച്ച് നോക്കട്ടോ. കുറേ ആയിക്കണ് ഒന്ന് റൈഡൊക്കെ ചെയ്തിട്ട് നമുക്കൊന്ന് പോയേക്കാം. പിന്നെ അതുപോലെ ഗിയറിനൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിലൊന്ന് നമുക്കൊന്ന് സർവീസും ചെയ്യണം അതിൻ്റെ. അപ്പോൾ സൈക്കിളിനെ കുറിച്ചിട്ട് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ ഏകദേശം പ്രൈസ് എത്ര വരുന്നുണ്ട് എന്നുള്ളത്. ജാവ വെലോസ് പഴയ മോഡലാണ്. ഇതാണ് സാധനം കേട്ടോ. അതുപോലെ ഗിയറിനൊക്കെ എന്തൊക്കെയോ ഇഷ്യൂ ഒക്കെ വന്നിട്ടുണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്യണം. പിന്നെ ടയറൊക്കെ നോക്കാം, ഓൺലൈനായിട്ട് നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എയറൊക്കെ അടിച്ചിട്ട് യൂസ് ചെയ്ത് നോക്കട്ടോ. എന്താ പാടുന്നൊന്നും അറിയില്ല, ടെസ്റ്റ് അടിച്ച് നോക്കാം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ എന്താ പറയുക വെയ്റ്റ്ലെസ് ആട്ടോ. നമുക്കിത് ജസ്റ്റ് ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് അങ്ങനെ പൊന്തിക്കാം കേട്ടോ. അത്രയും വെയിറ്റ് കുറവാണ് സംഭവം. അങ്ങനെ നമ്മളെ ഫസ്റ്റ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് നമുക്ക് നേരെ എന്താ ചെയ്യുക, ജസ്റ്റ് ചെറുങ്ങനെ ഒരു റൈഡ് പോയിട്ട് വരാം. കുറേ ആയി ഇട്ടെടുത്തിട്ട്. അപ്പോൾ നമ്മളിന്നലെ എയറൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട്. ആണെന്നുകൂടി ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എയർ കുറവുണ്ടെങ്കിൽ അടിച്ചു കൊടുക്കട്ടോ. അപ്പോൾ ഫസ്റ്റ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്യാന്നുള്ളതാണ്. ടയറിൽ നമ്മൾ ഇന്നലെ എയർ അടിച്ചെന്ന്. പക്ഷേ എന്താ സംഭവം നല്ല എയർ പോകുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. പക്ഷെ നല്ല കുറയുന്നിട്ടില്ലാണോ. ഇതാണ് ഇതിൻ്റെ തിട്ടോ. ഇതിനെ തിരിച്ചിട്ട് ഇതിങ്ങനെ ലൂസാക്കണം. അങ്ങനെ ലൂസാക്കി ഏറ്റവും മേലെ കൂടുന്നതിന് ശേഷമാണ് നമ്മൾ ഇത് കണക്ട് ചെയ്യണം. ഇത് താഴത്തേക്ക് അമർന്നു കഴിഞ്ഞാൽ നമ്മളെ കാറ്റ് പുറത്തേക്ക് വരും. അപ്പോൾ നമ്മളെ പമ്പ് ഉണ്ട്, നേരെ അങ്ങോട്ട് പഞ്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എയർ അടിക്കട്ടോ. ഓക്കെ, അപ്പോൾ സംഭവം ഓൾഡായിട്ടുണ്ട്. നമുക്കിങ്ങോട്ട് താത്തിടാം. ഇവിടെ മസ്റ്റായിട്ട് UAE-ൽ ഈ ഒരു സാധനം നമ്മളെന്ത് ചെയ്യണം, തലയിൽ വെക്കണം. ഹെൽമെറ്റ് പിന്നെ അതുപോലെ രാത്രി യൂസ് ചെയ്യണമെങ്കിൽ പിന്നെ നമുക്കൊരു റിഫ്ലക്ടർ ഉണ്ട്, ജാക്കറ്റ് പോലെ ഉപയോഗിക്കാനുള്ള. അത് ഉപയോഗിക്കലുണ്ട് കേട്ടോ. പകലായതുകൊണ്ട് പിന്നെ അതിൻ്റെ ആവശ്യമില്ല, ഹെൽമെറ്റ് മാത്രം. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോയേക്കാലോ. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, വിടാം. അപ്പോൾ ഫസ്റ്റ് പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഓൺ ചെയ്യണം കേട്ടോ. നമുക്ക് ഫോൺ ഹോൾഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഹെൽമെറ്റ് ഇടാം. ഹെൽമെറ്റ് കറക്റ്റ് ലെവലിൽ തയ്ച്ചിരുന്നോ വെച്ചിട്ട്
A few moments later. ടയറിന് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ചവിട്ടുമ്പോൾ നല്ലോണം ഉണ്ടാ എയർ കുറഞ്ഞു പോകുന്നുണ്ട്. മിക്കവാറും നമ്മൾ ഇതിൻ്റെ ടയർ ട്യൂബ് ചേഞ്ച് ആക്കേണ്ടി വരും. കുറച്ചും കൂടെ ഉണ്ട് റൈഡ് ചെയ്തിട്ട് നോക്കാം. ഇത് നമ്മളെ സൈക്കിൾ വെക്കുന്ന സ്പേസ് ആട്ടത്. ഈ കാണുന്നത് ഫുള്ള് സൈക്കിൾ ഓൾഡത്ത് പാർക്കാണ്. അബുദാബിയിലൊരു കാര്യപ്പെട്ട പാർക്ക്, നമ്മുടെ അടുത്തുള്ള പാർക്കാണ്. ഇതിലിങ്ങനെ സൈക്കിൾ ഇവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുക. വലിയ പാർക്കാണ്. നമ്മൾ തൽക്കാലം ഈ ടയറും കൊണ്ട് നമുക്ക് ഓടാൻ പറ്റില്ല. ടയർ വണ്ടി കുറേ നിർത്തിയിട്ടല്ലേ, അപ്പോൾ അതുകൊണ്ട് ഉണ്ടാ ടയർ പറ്റ ഇങ്ങനെ ആയി പോകുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഞാൻ അവിടെയൊക്കെ ഇത് ടച്ച് ആവുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഇതിൻ്റെ ഡിസ്ക് ഉണ്ടല്ലോ, റിങ് ഉണ്ടല്ലോ, റിങ്ങും പോവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പിന്നൊരു ദിവസം റെഡി ആക്കിയിട്ട് നമുക്ക് റൈഡ് ചെയ്യട്ടോ. നല്ല അടിപൊളി സ്ഥലങ്ങളുണ്ട് മക്കളെ പോണ റൂട്ടിൽ. കുറേ ആയിക്കും നമ്മൾ പോയിട്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ഇതിൽ കാണിക്കാം നിങ്ങൾക്ക് നമ്മൾ പോകുന്ന റൂട്ട് കാര്യങ്ങളൊക്കെ. തൽക്കാലം നമുക്ക് ഇവിടുന്ന് വല്ല ഈ റോഡ് ക്രോസ് ചെയ്തുകൊണ്ട് പോവാം. നല്ല കാറ്റുണ്ട് കേട്ടോ. സമയം ഇപ്പോൾ ഏകദേശം 9 മണി, ഏകദേശം 9 വരെ ആയിട്ടുണ്ട്. നല്ല ക്ലൈമറ്റ്. ഇവിടെ ഒരു വക്കാലുണ്ട്, ഇതിനകത്തൊരു ഇതിനകത്ത് വക്കാലാണ്. നമ്മളൊരു സമ്മൂന് വാങ്ങിട്ടോ രാവിലേക്കൊക്കെയുള്ള. ഇതൊക്കെ ഫുഡ് കഴിക്കണേ, സ്കൂളിൽ കഴിഞ്ഞ് വന്നിട്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അത് പോയിട്ട് നമുക്കെന്ത് സാൻഡ്വിച്ച് ഉണ്ടാക്കാം. ചൂട് തന്നെ നല്ല ചൂടാട്ടാ. പക്ഷേങ്കിൽ നല്ല പുറത്ത് നല്ല തണുത്ത കാറ്റ് കിട്ടുന്നുണ്ട് സൈക്കിളായിട്ട് പോകുമ്പോഴേ. അപ്പോൾ ടയർ പണി തന്നെ മിക്കവാറും ടയർ മാറ്റേണ്ടി വരും. നമ്മൾ എയർ അടിച്ച സംഭവമാണ്. പക്ഷെ എന്താ പറയുക, ടയർ ഇങ്ങനെ വിണ്ട് കയറിയിട്ട് ഇങ്ങനെ പതിയാണ് റോട്ടിൽ പോയി. കാരണം ഇതൊന്നാമത് വളരെ വണ്ണം കുറഞ്ഞ ടയറല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ റോഡിൽ തട്ടിയിട്ട് സ്ക്രാച്ച് വരുന്നുണ്ട് അതിൻ്റെ റിങ്ങിന്. അപ്പോൾ നമുക്ക് ടയർ മാറ്റേണ്ടി വരും കേട്ടോ. ഏകദേശം എനിക്ക് തോന്നുന്നു ഈ ഒരു ബ്രാൻഡിന് ഏകദേശം 100 ദിർഹംസോളം വരേണ്ടത് തോന്നുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ടയറിന്. എന്തായാലും നോക്കാം, നമുക്ക് തെമ്മൂലൊക്കെ ഒന്ന് ചർച്ച ചെയ്ത് നോക്കാം. തൽക്കാലം ഇത് എപ്പോഴൊന്നും യൂസിങ് ഉണ്ടാവില്ലേ. നല്ല ടയറൊക്കെ ഇട്ടിട്ടും കാര്യമില്ല, നമ്മൾ ഓവർ റൈഡിങ് ഉണ്ടാവില്ല ഇതിൽ. എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, നേരെ വിടട്ടോ, നേരെ വീട്ടിലേക്ക് തന്നെ വിടാം. കാരണം ഈ പോക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ലോങ് പോയിട്ട് എവിടെയും പോയിട്ട് പിന്നെ പറ്റ ടയർ കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ നമുക്കൊരു മൊബൈലിൻ്റെ ഹോൾഡറൊക്കെ ഉണ്ട് കേട്ടോ. മൊബൈലൊക്കെ വെക്കണമെങ്കിലേ നല്ല ലൂസാക്കിയിട്ട് ഇതിനകത്ത് വെച്ചിട്ട് ഇതാണ് ടൈറ്റായി കൊടുത്താൽ മതി. സൂപ്പർ സാധനമാണ്. സൂപ്പർ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ സാധനം. ഇതുവരെ ഒരു അനക്കം സംഭവിച്ചിട്ടില്ല, കിട്ടില്ല സാധനം. അപ്പോൾ എന്ത് ചെയ്യുക, ഇപ്പോൾ നേരെ നമുക്ക് വിട്ടാലോ. പക്കാലയാണെന്ന് പറഞ്ഞാൽ ഗ്രോസറി ആണെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും മനസ്സിലാവും. ഒരുപാട് ആൾക്കാർ ഇതിന് മുമ്പിലേറ്റം വന്നിട്ട് കയറാൻ പേടിച്ചിട്ട് പോകട്ടാ. കാരണം അറിയില്ല, കാരണം ബോർഡ് കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഇവിടെ ലീഗലില്ല കേട്ടോ. ലീഗലല്ല, അങ്ങനെയല്ല, ബോർഡ് വെക്കാൻ പാടില്ല. അങ്ങനെ ഇപ്പോൾ ഒരുവരും സ്ഥലത്തൊക്കെ അങ്ങനെ കടക്ക് കൊടുക്കുന്നുണ്ട്. അയ്യോ, എന്തായാലും നമുക്ക് സാധനം അവിടെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ടയർ പോയതുകൊണ്ടൊരു മൂഡ് പോയി, സകല മൂടും പോയി. നമുക്ക് അടിപൊളി നല്ല റൈഡൊക്കെ പോകണമെന്നൊക്കെ വിചാരിച്ചേ.
അവിടെ കൊണ്ട് സൈഡാക്കി. എന്തായാലും അടിപൊളിട്ടാ, വയറ് അങ്ങോട്ട് കുളിച്ച്. അപ്പോൾ അങ്ങനെ നമ്മൾ കിച്ചണിലെത്തി. നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല സോസേജ് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിൽ സോസേജ് ആൻഡ് സമ്മൂൻ ഇപ്പം നമ്മളവിടെ നിന്ന് വാങ്ങിയത്. അപ്പോൾ എന്ത് ചെയ്യും, സമ്മൂൻ്റെ സെൻറ്റർ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു ചീസ് എടുത്തിട്ട്, ചീസിൻ്റെ കഷ്ണം എടുത്തിട്ട് സെൻറ്ററിൽ വെച്ചിട്ട് നല്ല എന്ത് ചെയ്യുക, തേച്ചതിന് ശേഷം ഒരു പീസ് വെച്ചിട്ട് ജസ്റ്റ് പഞ്ചിങ് ആൻഡ് ഇന്ന് ചൂടാക്കണമെങ്കിൽ ചൂടാക്കട്ടെ, ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ നല്ല കട്ടൻ. ഒരുവിധം ബാച്ചിലേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ടാവട്ടെ കഴിക്കൽ. നിങ്ങളെന്താ കഴിക്കൽ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം ഈ നിൽക്കുന്ന ആൾക്ക് ഫുഡ് ഉണ്ടാക്കാനൊന്നും അറിയില്ല, രാവിലത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കാര്യം ഒന്നും ഉണ്ടാക്കാറില്ല. നമ്മളെ താൽക്കാലികത്തിന് അവനെ നിർത്തിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ ഒരു എന്തെങ്കിലുമൊക്കെ ആയിട്ട് തിന്നലാണ്. പിന്നെ നമ്മൾ സോസേജാണ്, ഇന്നലെ നല്ല ഗോതമ്പ് ദോശയാണ്. അപ്പം ഇന്ന് നമ്മൾ സമ്മൂന് വാങ്ങിയ തൈനാട്ടാ. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സിമ്പിളായിട്ടുള്ള റെസിപ്പികളൊക്കെ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളിട്ടാ, ഉണ്ടാക്കി നോക്കാല. ആ കേക്കോ സാൻഡ്വിച്ചേ. ശരിക്കും സമ്മൂന് ഞാൻ ഒറ്റയ്ക്ക് തിന്നണമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓനെ 9 മണി വരെ കിടന്നുറങ്ങും. ഓനക്ക് ഉണ്ടാക്കാനായിട്ടില്ല, ഉണ്ടാക്കൂല. ചില തമ്പാക്കന്മാർക്കൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാവർക്കും അല്ല, ചില ആളുകൾക്ക് മാത്രം. ഡ്രൈവർമാർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്തോ ഒരു സംഭവമാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഞാൻ എന്ത് തിന്നും ഓനക്ക് കൊടുക്കാതെ എനിക്ക് തിന്നാൻ തോന്നില്ല. അപ്പോൾ ഞാനെന്താക്കും, എന്തുണ്ടാക്കിയാലും ഓനക്കൊന്ന് കൊടുക്കും. അവത്തത് ഇവർക്ക് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പം നമ്മൾ അവരെ പോലെ തന്നെ ആയി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയാൽ എപ്പോഴും ഓനക്കും കൊടുക്കൂട്ടാ. എന്തായാലും ഓനക്ക് കണ്ടിച്ച് കൊടുത്ത് 2 ഞാൻ കഴിച്ചു, 3 ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യട്ടാ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിരിക്കും. ബൈ ബൈ.